A+ ഗ്രൂപ്പിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ ലഹരിയുടെ ഉപയോഗം അമിതമായി വർദ്ധിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ കുട്ടികൾ വരെ ഇപ്പോൾ ലഹരി മാഫിയയുടെ പിടിയിലാണ്. അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ തന്നെ ലഹരി ഉപയോഗത്തിൻ്റെ വ്യാപകമായ വർധനവ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പോലീസിൻ്റെയും എക്സൈസ് വിഭാഗത്തിൻ്റെയും റിപ്പോർട്ട് പ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് മറ്റൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധമാണ് ലഹരി ഉപയോഗം യുവാക്കളിലും വിദ്യാർത്ഥികളിലും വ്യാപകമായി പടർന്നു പിടിച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഇതിനെതിരെ തിരിച്ചു വച്ചിട്ടും ഈ ലഹരി മാഫിയയുടെ വർധനവ് തുടരുന്നു എന്നുള്ളതല്ലാതെ ഒരു വലിയ പരിധിവരെ ഇത് നിയന്ത്രണ വിധേയമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. നഗരപ്രദേശങ്ങളിൽ മാത്രമല്ല, ഗ്രാമപ്രദേശങ്ങളിലെ വിദ്യാർത്ഥികളും ഇപ്പോൾ ലഹരിയിൽ അടിപ്പെടുന്നു എന്നുള്ളതാണ് സൂചനകൾ. രക്ഷകർത്താക്കൾ കണ്ണും കാതും തുറന്നിരുന്നു കൊണ്ട് ജാഗരൂകരല്ലാത്ത പക്ഷം മക്കളൊക്കെ തന്നെ ലഹരി മാഫിയയുടെ പിടിയിൽപ്പെട്ട് അവരുടെ ഭാവി നഷ്ടപ്പെടുന്നതും പല കുട്ടികളും ഭാവി നഷ്ടപ്പെടുന്നത് മാത്രമല്ല, പല കുട്ടികളുടെയും ശാരീരിക മാനസിക നിലകൾ തകരാറിലാവുകയും ചെയ്യുകയാണ്. കുട്ടികളിൽ പലരും ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിക്കൊണ്ടിരിക്കുന്നു. പണം കിട്ടാതെ അമ്മയെയും അച്ഛനെയും അറിയാതെയും ഉപദ്രവിച്ചും വീട്ടിൽ നിന്ന് പണം കൈപ്പറ്റുന്ന രീതി വരെ ഉണ്ട്. പല കുട്ടികളും തികച്ചും മോഷ്ടാക്കളായി മാറുകയാണ്. വീട്ടിൽ നിന്നും പണം എങ്ങനെയെങ്കിലും ഇവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ വളഞ്ഞ വഴികളും ഇവർ സ്വീകരിക്കുകയാണ്. പല കുട്ടികളും ചേർന്ന് ഗ്രൂപ്പായി പോലും മോഷണം വരെ നടത്തി ലഹരിക്ക് വേണ്ടി പണം കണ്ടെത്തുകയാണ്. സ്കൂളുകളിലേക്ക് ഇതിനു വേണ്ടി പ്രത്യേകിച്ച് വരുന്ന ഒരു ലോബി തന്നെ വർക്ക് ചെയ്യുകയാണ്. കുട്ടികൾക്ക് ലഹരി മരുന്ന് കൊടുക്കുന്നതിൻ്റെ ഒരു ലോബി. ഈ കൂട്ടത്തിൽ തന്നെ പല പെൺകുട്ടികളും ലൈംഗികപരമായി പോലും പീഡിപ്പിക്കപ്പെടുകയാണ്. ഇത് കുട്ടികൾ ഇതിൻ്റെ ദൂഷ്യവശം അറിഞ്ഞ് വരുമ്പോഴേക്കും ഇവർ രക്ഷപ്പെടാനാകാത്ത വിധം ഈ ഗ്രൂപ്പിൻ്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും രക്ഷകർത്താക്കളോട് A+ ട്യൂബിന് പറയാൻ ഉള്ളത്, നിങ്ങൾ സ്ഥിരമായി കുട്ടികളെ ഫോളോ ചെയ്യുന്ന ഒരു രീതി അവലംബിച്ചേ പറ്റൂ. കുട്ടികൾ അസാധാരണമായി എവിടെയെങ്കിലും പോവുകയോ വൈകി വരികയോ അനാവശ്യമായ രീതിയിലുള്ള പ്രവൃത്തിയോ, അതിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവരുടെ സംസാരം പോലും നിങ്ങൾ ശ്രദ്ധിക്കണം. അവരുടെ ഉറക്ക രീതികൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ ഉറക്കം ഒഴിഞ്ഞുകൊണ്ട് രാത്രി വൈകി വരെ ഇരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അവർ ടോയ്ലറ്റിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ ലഹരി മരുന്നുമായിട്ടാണ് ടോയ്ലറ്റിനകത്ത് പോകുന്നതെന്നും അത് ഉപയോഗിച്ച് തീരുന്നത് വരെ അവർ ടോയ്ലറ്റിനകത്ത് തന്നെ സമയം ചെലവിടുന്നു എന്നാണ്. കാരണം മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പറയുന്നത് മുറികൾ, അവരുടെ സ്വന്തമായി മുറിയുള്ള കുട്ടികളാണെങ്കിൽ അത് പലപ്പോഴും അവൻ അടച്ചിട്ടിട്ട് ആ മുറിയിൽ ഇരിക്കുകയാണ് പതിവ് എന്നുള്ളതാണ്. രക്ഷകർത്താക്കൾ ഇതെല്ലാം ശ്രദ്ധിക്കണം. എന്തെങ്കിലും സ്വഭാവ വ്യത്യാസം ഒരു കുട്ടിയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഗൗരവത്തോടു കൂടി തന്നെ ആ കുട്ടിയെ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട് കുറേ ഫോൺ നമ്പറുകളാണ് ഇന്ന് A+ ട്യൂബ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ ഫോൺ നമ്പറുകൾ കുട്ടിയിൽ എന്തെങ്കിലും പെരുമാറ്റ ദൂഷ്യത്തിലോ അവൻ്റെ മറ്റ് കാര്യങ്ങളിലോ നമുക്ക് ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും മാറ്റം അവനിൽ ഉണ്ടെങ്കിൽ, അത് ശാരീരിക മാനസിക മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകളാണ് ഞാൻ ഇനി പറയുന്നത്. ഇതെല്ലാം തന്നെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ലഹരിയുടെ പിടിയിൽ അകപ്പെട്ട കുട്ടികൾ, മദ്യമാകട്ടെ, അതുപോലെ സിഗരറ്റ് വലിക്കുന്ന രീതിയാകട്ടെ, പുതിയ പുതിയ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതാകട്ടെ, ഏത് ശ്രദ്ധയിൽ വന്നാലും നിങ്ങൾക്ക് ഈ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. അതുകൊണ്ട് ഈ ഫോൺ നമ്പറുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഡിസ്ക്രിപ്ഷനിലും ഈ ഫോൺ നമ്പർ ഞാൻ ചേർക്കും. നിങ്ങൾ അതിൽ നിന്ന് എഴുതിയെടുത്താലും മതിയാകും. ആദ്യം നേർവഴി, എക്സൈസ് വകുപ്പിൻ്റെ, സംസ്ഥാന എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേർവഴിയുണ്ട്. ആരെങ്കിലും ലഹരി വിൽപ്പനക്കാരൻ്റെ വിവരം കിട്ടിയാലും നിങ്ങൾ ഇതിനകത്ത് അറിയിക്കാൻ വിട്ടുപോകരുത്. സംശയമുള്ള ഫ്രണ്ടിൻ്റെ, നിങ്ങളുടെ മകൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് സംശയം തോന്നിയാലും ഈ നേർവഴിയിൽ നിങ്ങൾ വിളിച്ചു പറയാൻ മറന്നു പോകരുത്. 9656178000 9656178000
000. ഇതാണ് എക്സൈസിൻ്റെ ലഹരി ഉപയോഗം ഉണ്ടാകുന്ന ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇതിലേക്ക് അറിയിക്കുക. ഇനി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ കൗൺസിലിംഗ് സെൻറ്റേഴ്സുകൾ ഉണ്ട്. വിമുക്തി എന്ന പേരിൽ കൗൺസിലിംഗ് സെൻറ്റർ പല ഭാഗത്തും എക്സൈസ് ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്, നടത്തുന്നുണ്ട്. അത് സജ്ജമാണ്. നിങ്ങൾക്ക് അതിലേക്ക് ബന്ധപ്പെട്ട് കുട്ടികളെ ഈ കൗൺസിലിംഗ് സെൻറ്ററിൽ കൊണ്ടുപോകാം. തുടക്കക്കാരനായ കുട്ടിയൊക്കെ ആണെങ്കിൽ കൗൺസിലിംഗ് സെൻറ്ററിൽ വഴിയുള്ള കൗൺസിലിങ്ങിലൂടെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ്. അതിൻ്റെ ടോൾ ഫ്രീ നമ്പർ 14405 എന്നാണ്. ടോൾ ഫ്രീ നമ്പറാണ് 14405. ഈ നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ കൗൺസിലിങ്ങിൻ്റെ സാധ്യത നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താം. ഇതിൻ്റെ തന്നെ തിരുവനന്തപുരം സെൻറ്ററിൻ്റെ നമ്പർ ഞാൻ തരാം. 9400033100 9400033100. ഇതിലേക്ക് നിങ്ങൾ വിളിച്ചാൽ തിരുവനന്തപുരത്തെ കൗൺസിലിംഗ് സെൻറ്ററിൻ്റെ സേവനം കിട്ടും. കോട്ടയത്താണെങ്കിൽ 9744391737 എന്നാണ് നമ്പർ. 9744391737 ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാവും. എറണാകുളത്താണെങ്കിൽ 9188520199 എന്നാണ് നമ്പർ. 9188520199. കോഴിക്കോടാണെങ്കിൽ 9188458495 എന്ന നമ്പറാണ് വിമുക്തിയുടെ കൗൺസിലിംഗ് സെൻറ്റർ നമ്പർ. 9188458495 കോഴിക്കോടാണ്. എല്ലാ ജില്ലകളിലും ഉണ്ട്. പ്രധാനപ്പെട്ട 4 ജില്ലകളുടെ കാര്യമാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു നമ്പർ നോക്കാം. കേരള പോലീസിൻ്റെ ചിരി എന്ന സ്കീമിൻ്റെ ഒരു നമ്പറാണ്. അവരുടെ സേവനവും തീർച്ചയായും നിങ്ങളുടെ കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താം. പ്രത്യേകിച്ച് ലഹരി മാഫിയയുടെ പിടിയിൽപ്പെട്ട ലഹരി ഉപയോഗം നടത്തി തുടങ്ങിയ കുട്ടികളുടെ കാര്യം നിങ്ങളെ അറിയിക്കാം. 9497900200 9497900200. ഇനി ചൈൽഡ് ലൈൻ്റെ നമ്പറാണ് 1096. ടോൾ ഫ്രീ നമ്പറാണ്. അതിന് നിങ്ങൾക്ക് ബന്ധപ്പെടാം. ദിശ, കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, സർക്കാരിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ദിശയുടെ സ്കീമും ഇതിനു വേണ്ടിയുണ്ട്. ബന്ധപ്പെടേണ്ട നമ്പർ ടോൾ ഫ്രീ 1056104 104 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 1056 എന്ന ടോൾ ഫ്രീ നമ്പറിലും നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയും. ഇങ്ങനെ ബന്ധപ്പെട്ട് നിങ്ങൾ സൂചനകൾ നൽകിയാൽ അതിനനുസരിച്ച് തുടക്കത്തിൽ തന്നെ ഇത് കണ്ടെത്തി ഇതിനു വേണ്ടിയുള്ള കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. അങ്ങനെ കുട്ടികളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരുവാനും സാധിക്കും. രക്ഷകർത്താക്കൾ ജാഗ്രത പുലർത്തേണ്ട സമയമായതുകൊണ്ടാണ് A+ പ്രത്യേകിച്ച് ഇക്കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. നന്ദി.